ലോകമല്ലാകെ മോദി വൈബ്. ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലേക്കുള്ള ചരിത്രപരമായ സന്ദർശനത്തിന് ഒരു ദിവസത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പത്രങ്ങളിലെ പ്രധാന വാർത്തകളിൽ ഇടം നേടി. ഒരു കോളമിസ്റ്റ് അദ്ദേഹത്തെ മിസ്റ്റർ ഇന്ത്യ എന്ന് വിളിക്കുകയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായുള്ള അദ്ദേഹത്തിന്റെ ചർച്ചകൾ എടുത്തു കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാപാരം, പ്രതിരോധം എന്നീ മേഖലകളിലെ സമ്മാനങ്ങളുമായി മോദി വരുന്നു എന്ന തലക്കെട്ടോടെയാണ് ഓസ്ട്രേലിയൻ പത്രം അതിന്റെ ഒന്നാം പേജ് പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തിനായി സമർപ്പിച്ചത്. അതേ പത്രത്തിലെ ഒരു കോളമിസ്റ്റ് പ്രധാനമന്ത്രി മിസ്റ്റർ ഇന്ത്യക്കൊപ്പം എല്ലാ വിധത്തിലും എന്ന തലക്കെട്ടിൽ സന്ദർശനത്തെക്കുറിച്ച് എഴുതുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രമുഖ ഓസ്ട്രേലിയൻ പ്രസിദ്ധീകരണമായ ദി ഏജ് പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തെക്കുറിച്ച് ഗംഭീര തലക്കെട്ടോടെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശന വേളയിൽ യുറേനിയം കയറ്റുമതി, പുനരുപയോഗ ഊർജ്ജം, നിർണായക ധാതുക്കൾ, ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ആഴത്തിലുള്ള സഹകരണം പ്രഖ്യാപിച്ചു. സമാധാനപരമായ ആണവോർജ്ജ ഉപയോഗത്തിനായി ഇന്ത്യയിലേക്ക് ഓസ്ട്രേലിയൻ യുറേനിയം കയറ്റുമതി ചെയ്യാൻ അനുവദിക്കുന്നതിനുള്ള ഒരു കരാറിൽ ഓസ്ട്രേലിയയും ഇന്ത്യയും എത്തി. ആണവോർജ്ജ ശേഷി വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതികളെ പിന്തുണയ്ക്കുക, അതേസമയം ഓസ്ട്രേലിയയിലേക്ക് അതിന്റെ വിഭവ മേഖലയ്ക്ക് മറ്റൊരു വിപണി നൽകുക എന്നിവയാണ് ഈ കരാർ ലക്ഷ്യമിടുന്നത്. ഓസ്ട്രേലിയയും ഇന്ത്യയും അടുത്ത പങ്കാളികളും അതിലുപരി അടുത്ത സുഹൃത്തുക്കളുമാണ്. മെൽബണിൽ കരാർ അന്തിമമാക്കിയ ശേഷം ആൽബനീസ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ചരിത്രപരമായ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവെന്നും റോഡുകൾ, തുറമുഖങ്ങൾ, റെയിൽ പദ്ധതികൾ എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപിക്കാൻ ഓസ്ട്രേലിയൻ ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ പെൻഷൻ ഫണ്ടായ ഓസ്ട്രേലിയൻ സൂപ്പർ ഇന്ത്യയുടെ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ $500 മില്യൺ ഓസ്ട്രേലിയൻ അധിക നിക്ഷേപം പ്രഖ്യാപിച്ചു. സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദി ഓസ്ട്രേലിയയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിലുള്ള ജീവനുള്ള പാലമെന്ന് ആൽബനീസ് വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം പുനർനിർമ്മിക്കാൻ സഹായിച്ചുവെന്നും പറഞ്ഞു. മെൽബണിൽ ഇന്ത്യൻ പ്രവാസികളുടെ ഒരു വലിയ സമ്മേളനത്തെ പ്രധാനമന്ത്രി മോദി അഭിസംബോധന ചെയ്തു. അവിടെ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ മോദി മോദി എന്ന മന്ത്രങ്ങൾ മുഴക്കി സ്വീകരിച്ചു. പ്രധാനമന്ത്രി എന്ന നിലയിൽ തന്റെ മൂന്നാമത്തെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിന് മുൻപ് പ്രധാനമന്ത്രി മോദി ന്യൂസിലാൻഡിലേക്ക് പോകുമെന്നും അറിയിച്ചിരുന്നു. മാത്രമല്ല, ലോകരാജ്യങ്ങളിലെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണമായിട്ടാണ് ഇതിനെ കാണുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.